ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആഡ് ചെയ്യാം. അതിനായി നമുക്ക് താഴെ എലമെൻറ്റ്സ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് പ്രൈസ് എന്ന് സെർച്ച് ചെയ്യുക, പ്രൈസ് ടാഗ് എന്ന് സെർച്ച് ചെയ്യുക. അഡ്ജസ്റ്റിൽ പോയിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി നോക്കാം. കളർ എഡിറ്റിൽ പോയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അങ്ങോട്ട് കൊണ്ടുവരാം, എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സ്പേസിംഗ് ഒന്ന് കുറക്കാം. അതായത് ഈ രണ്ട് ലൈനിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നമുക്ക് കുറച്ച് നോക്കാം. അതിനായി സ്പേസിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലൈൻ സ്പേസിംഗ് എന്ന സ്ലൈഡർ ഇടത്തോട്ട് നീക്കുക. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ വെക്കുക. ഇത് നമുക്കിതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി നോക്കാം. അതിനായി ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഫോണ്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ട് തോന്നുന്നത് ആ ഫോണ്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കളറ് മാറ്റാം. രണ്ടിനും രണ്ട് കളറാണ് നമുക്ക് കൊടുക്കേണ്ടത്. KDയുടെ കളർ മാറ്റി നോക്കാം. അതിനായി ടെക്സ്റ്റ് എഡിറ്റിലിടുക. എന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ KD സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കളർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യെല്ലോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിക്കുക. ഇപ്പോൾ KDക്ക് മാത്രം യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫ് ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം.
റൊട്ടേറ്റ് ചെയ്യുക, വലുതാക്കുക. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനായി താഴെ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യം ഓട്ടോ അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഓട്ടോ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻവയിലുള്ള AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഇതിൻ്റെ ഓരോരോ ഓപ്ഷൻസും മാനുവലി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. താഴോട്ട് നീക്കുക, റൊട്ടേറ്റ് ലെവൽ റീഡ് ആക്കുക. സ്പൈസിങ് ഒന്ന് കുറച്ച് നോക്കാം. നമുക്കിതിനൊരു നമ്പർ കൊടുക്കാം. ഞാനൊരു ഡമ്മി നമ്പർ കൊടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ കൊടുക്കാവുന്നതാണ്. കളർ മാറ്റാം. ഇവിടെ ഈ പെണ്ണ് പോലെ കാണുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഡിസൈനിലുള്ള ഏത് കളറും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ നീക്കി കഴിയുമ്പോൾ നമ്മൾ എവിടെയാണോ ഈ പോയിൻ്റ് അവസാനിക്കുന്നത് അവിടെയുള്ള കളർ സെലക്ട് ആവുന്നതായിരിക്കും. ഡൺ അടിച്ചു. ആ കളർ ഇപ്പോൾ നമ്മളുടെ കളർ പാലറ്റിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു ലൈറ്റ് ഓറഞ്ച് എന്ന നിലക്ക്
ഇങ്ങനെ കൊടുക്കുന്നു. നമുക്കിനിത് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യാം, അതായത് നമ്മുടെ ഡിസൈനിൻ്റെ സെൻറ്ററിലോട്ട് വരുത്താം. അതിനായി നമ്മൾ താഴെ പൊസിഷൻ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ അലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ സെൻറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഹോം ഡെലിവറി സെലക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ പൊസിഷനിൽ പോവുക, അലൈനിൽ പോവുക, സെൻറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അതിനായി ലെയേഴ്സിൽ പോവുക, നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. മുകളിൽ കാണുന്ന സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഡെലിഷ്യസ് സെലക്ട് ചെയ്തു. ബിരിയാണി, നൗ, ഡൺ അടിച്ചു. അല്പം സൂം ചെയ്തു. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് മുകളിലോട്ട് മൂവാക്കി. ഇനി ഞാൻ ബിരിയാണി സെലക്ട് ചെയ്തു. ബിരിയാണിയുടെ കൂടെ തന്നെ നമ്മുടെ ഷേപ്പ് ലെയറും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിനുള്ളിലുള്ള ടെക്സ്റ്റും ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഒന്ന് സൂം ഔട്ട് ചെയ്തു. എന്നിട്ട് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ഒരു ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി താഴെ എഫക്ട്സിൽ പോവുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, നമുക്ക് ഷാഡോ ആഡ് ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കാണാൻ പറ്റും. നമുക്ക് വേണ്ട ചേഞ്ചസുകളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. സോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലർ എമൗണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഡിസ്റ്റൻസ്, ആംഗിള്, ശ്രദ്ധിക്കുക, നമ്മൾ ബ്ലർ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇമേജ് ചെറുതാകുന്നുണ്ട്. കളർ നമുക്ക് ഒരു ഓറഞ്ചിഷ് കൊടുക്കുക. ഇൻറ്റൻസിറ്റി നമുക്കിനി അല്പം വലുതായി കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുകയാണ്.